എടപ്പാൾ കൃഷിഭവന് നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. അർബൻ മിഷൻ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. എടപ്പാൾ അംശക്കച്ചേരി തലമുണ്ട റോഡിലുണ്ടായിരുന്ന പഴയ കൃഷിഭവൻ കെട്ടിടം പൊളിച്ചു നീക്കിയാണ് ആധുനിക സൗകര്യങ്ങളോടെ 5000 സ്ക്വയർ ഫീറ്റോളം വരുന്ന പുതിയ ഇരുനില കെട്ടിടം നിർമ്മിച്ചത്. കാലപ്പഴക്കം കൊണ്ട് ചോർന്നൊലിച്ച് തകർച്ച ഭീഷണി നേരിട്ടിരുന്ന പരിമിത സൗകര്യങ്ങളുള്ള കെട്ടിടമാണ് മുൻപുണ്ടായിരുന്നത്. അർബൻ മിഷൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഏകദേശം 90 ലക്ഷം രൂപ ചെലവിട്ടാണ് ആധുനിക സൗകര്യങ്ങളോടെ എടപ്പാൾ കൃഷിഭവന് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ആരോഗ്യത്തിന്റെ കാര്യം ഏറ്റവും കൂടുതലായി നമ്മുടെ ആരോഗ്യം ഏറ്റവും കൂടുതലായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമ്മുടെ ഭക്ഷണവുമായിട്ടാണ്. ഇതുകൊണ്ടാണല്ലോ നമ്മൾ ചോദിക്കുന്നത്, ഡോക്ടറെ എല്ലാം കഴിക്കാമോ? ഒരു അസുഖം വന്നു നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് അറിയില്ല, എനിക്ക് എന്തെല്ലാം കഴിക്കാൻ പറ്റും, എന്തെല്ലാം കഴിക്കാൻ പറ്റൂല, എല്ലാം കഴിക്കാമോ? ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാവുകയാണ് ഓരോ കാര്യങ്ങൾക്ക്. നിങ്ങൾ ഇന്നതൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇത് കൊണ്ടുപോയി ഇങ്ങനൊരു വാചകം കൊണ്ടല്ല അവരോട് സംസാരിക്കാൻ തീരുമാനിച്ചത്. ചില റിപ്പോർട്ടുകൾ മുമ്പിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ യോഗത്തിൽ ചെന്നിരുന്നപ്പോൾ വല്ലാണ്ടായി പോയി. 35% ക്യാൻസറിന്റെ കാരണമാകുന്നത് ഭക്ഷണവും അതിലൂടെ വരുന്ന ജീവിതശൈലിയുമാണ്. എത്ര വലിയ പ്രതിസന്ധിയാണെന്ന് ആലോചിക്കുന്ന പത്രം കണ്ടപ്പോൾ ഒരു ക്യാൻസർ കോശങ്ങളുടെ കാര്യത്തിനകത്ത് ഇന്ന് രാവിലെ ഒരു പുതിയ ചികിത്സാ രീതി നമ്മുടെ മലബാർ ക്യാൻസർ സെന്ററിൽ വികസിപ്പിച്ചെടുത്തതിൻ്റെ ഒരു രീതി ഇന്ത്യ രണ്ടിടത്താണ് ചിലവ്. അപ്പോൾ അത് വലിയ ചെലവേറിയ കാര്യമാണ് വരുന്നതല്ല. ഇപ്പം രോഗങ്ങൾക്ക് ചികിത്സ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ MLA KT ജലീൽ അധ്യക്ഷത വഹിച്ചു. PAU പ്രൊജക്ട് ഡയറക്ടർ AL ബിജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C രാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ജനകീയാസൂത്രണ പദ്ധതി 2024-25 രോഗമുക്ത ഭവനം വെജിറ്റബിൾ വില്ലേജിന്റെ ഉദ്ഘാടനം മലപ്പുറം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ബീന നിർവഹിച്ചു. K പ്രഭാകരൻ, അഡ്വക്കേറ്റ് PP മോഹൻദാസ്, ക്ഷമ റഫീഖ്, A ദിനേശൻ, MP ഷീന, P മുരളീധരൻ, ആഷിഫ് പൂക്കരത്തറ, VP വിദ്യാധരൻ, മുനീറ നാസർ, അബ്ദുൽ ജബ്ബാർ, വിനയൻ, കൃഷി ഓഫീസർ MP സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. NCV ന്യൂസ് എടപ്പാൾ. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കായി ഇല്ലം നിറയും തൃപ്പുത്തിരിയും ആഗസ്റ്റ് 11 ഞായറാഴ്ച ആഘോഷിക്കുന്നു. ഇല്ലം നിറ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് ഭക്തിപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.